ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു പുതിയ ട്രിപ്പൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പൊട്ടിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ മെയിൻ ആയിട്ട് ഞങ്ങള് ബത്തേരി വരെ ഒന്ന് പോവാണ്. എന്തിനാ കുഞ്ഞാറ്റ് പോകുന്നേ? ബേഗ് മേടിക്കാൻ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ കുഞ്ഞാന്റെ അടുത്ത സ്കൂളിൽ പോകാനുള്ള ടൈമാവും. അപ്പം സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു വന്നിട്ട് ഓവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞങ്ങൾ കുഞ്ഞാറ്റിക്ക് സ്കൂൾ ബാഗ് മേടിക്കാൻ വേണ്ടി പോവാ കേട്ടോ. എന്റെ ബാഗാ കുഞ്ഞാറ്റിക്ക് വേണ്ടേ? യൂണിക്കോണിന്റെ ബാഗാണ് കേട്ടോ കുഞ്ഞാറ്റിക്ക്. കുഞ്ഞാറ്റ കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണ്, യൂണിക്കോണിന്റെ ബാഗാണ് കുഞ്ഞാറ്റിക്ക് വേണ്ടത്. പിങ്ക് കളർ ബാഗാണ് വേണ്ടത്. ഓരോ നമ്മുടെയൊക്കെ കാലത്ത് നമുക്ക് ഓരോ സാധനം അങ്ങ് മേടിച്ച് അങ്ങ് തരും അല്ലേ? ഇതും കൊണ്ട് അങ്ങ് പൊക്കോന്ന് പറയും, അത്രേ ഉള്ളൂ. നമ്മൾ അതുകൊണ്ട് അങ്ങ് പോകും. ഇപ്പം ബ്ലൂ, അതിൽ രണ്ടിൽ ഏതെങ്കിലും കളറാണ് കുഞ്ഞാറ്റിക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ പോയി നോക്കാം അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? ഞങ്ങളുടെ വയനാട്ടില് ഇവിടെ ഞങ്ങൾക്കുള്ള ഒരു ചുരമാണ് കേട്ടോ. ഇപ്പൊ അതെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു ചുമന്ന വാഗയാണ് കേട്ടോ. അത് കാണുന്നത് അടിപൊളിയാണ്, നല്ല ഭംഗി. നമ്മൾ ഇവിടെ എന്തായിരുന്നു മൂന്നാറിലൊക്കെ കണ്ടതിന്റെ നീലേന്റെ വേറൊരു കളർ അല്ലേ? നീല ഇവിടെ അമ്പലയിൽ ഉണ്ടായിരുന്നു. അത് പക്ഷെ ഇന്നലത്തെ മഴയത്ത് സംഗതി ഒടിഞ്ഞു വീണല്ലേ? നിലം പതിച്ചു. മൊത്തം വെട്ടിയിട്ടില്ല, ഹൈറ്റിൽ നിർത്തിയിട്ട് ബാക്കി ഒടിഞ്ഞ സ്ഥലം മാത്രമേ വെട്ടിയിട്ടുള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ടില്ലേ? റെഡ് ആ ബ്ലൂവിനെക്കാട്ടും ഒരു വല്ലാത്തൊരു എടുപ്പാണ് ഈ റെഡിന്. അടിപൊളിയാട്ടോ. കുറച്ചും കൂടി നല്ല നല്ല പറഞ്ഞു തീർന്നില്ലല്ലോ. അത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞു തന്നത്. അടിപൊളിയാണ്. എനിക്ക് പൂക്കളോട് വല്ലാണ്ടൊരു അല്ലെങ്കിൽ ഒരു ഇഷ്ടം കൂടുതലാണ്. അതെ, ഇത് പക്ഷെ കണ്ടോ, ഇത് ഏത് ആർക്കാണ് ഇഷ്ടപ്പെടാതെ ഇരിക്കുക, അതും കൂടി ഒന്ന് പറയുമോ? കറക്റ്റ് കളർ അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് പൂക്കളാണ്, നല്ല ഭംഗിയാണ്. ഫുള്ള് പോവാ നിലത്തൊക്കെ. അപ്പൊ ഇത് കണ്ടോ, ഈ പച്ചപ്പിന്റെ നടുക്ക് റെഡ്, അതൊരു എടുപ്പ് തന്നെയാണ്. നമ്മുടെ കാറും അതെ, ഇത് പോളി വൈബാണ് കേട്ടോ. ഈ പൂക്കൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ വയലറ്റ് എന്താ പറയുക, ഒരു ക്ലിയർ ഉണ്ടാവില്ല. പെട്ടെന്ന് ക്ലിയറുമാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒടിഞ്ഞു പോകൂലേ? പക്ഷെ സംഭവം എന്തായാലും കൊള്ളാട്ടോ. കുഞ്ഞാറ്റായ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് എന്നെ വിളിയോട് വിളിയാണ്. എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലുള്ള ഓരോ പൂക്കൾ വെറുക്കാൻ. പട്ടി നമ്മളെ നോക്കി കുറെ തെറി പറയുന്നു. ആരടാ? എനിക്ക് എന്താ വേണ്ട ഇവിടെ? എയറിന് വേണ്ടി ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ അതിൽ കൂടി എന്നെ നമ്മളെ കാലം പോയി വിളിക്കുന്നു. പക്ഷെ സംഭവം കൊള്ളാല്ലേ പൂക്കള്. ബത്തേരിയിലൊന്നും ഒട്ടും തിരക്കില്ല അല്ലേ? ഇല്ല, എല്ലാം റോങ് സൈഡാ കയറി വരുന്നത്. എല്ലാം റോങ് സൈഡ്. ഇപ്പൊ നമ്മളെ ഇതിലൂടെ പോകൂലേ? നമുക്ക് പോകാനുള്ള ഗ്യാപ്പില്ല. അതാ പോലീസുകാരും മോശമല്ല, പോലീസുകാർ വരെ അതിൽ കയറി. പിന്നെ ഇല്ല, അവരവിടെ ക്ലിയർ ചെയ്യുവായിട്ടേ, വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ടേ ക്ലിയർ ചെയ്യുന്നതാ. ക്ലിയർ ചെയ്യുന്ന ഓക്കെ. ഇപ്പൊ ഒരു സൈഡിനല്ലേ പോകാനുള്ളൂ. അതാണ് ഫുള്ള് ബ്ലോക്ക്. ഇവിടേക്ക് അത്രയും അവിടെ വരെ തിരക്കുള്ളല്ലോ, ഇങ്ങോട്ട് തിരക്കില്ല. അതെന്താ? അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. മെയ് ഒന്നല്ലേ അതെ, പക്ഷെ ഇതിനൊരു കളറില്ലല്ലോ. കളർ കുറവാ. 2 ദിവസം കൊണ്ട് കളറാവും. അപ്പോൾ ഇത് ബാഗ് വാങ്ങാനാന്നും പറഞ്ഞ് ഓടിച്ചാടി വന്ന ആളാണ് ഈ കിടന്നുറങ്ങുന്നത് കേട്ടോ. ആൻസി വിളിച്ച് ഏൽപ്പിക്ക്, നല്ല ഉറക്കാവും. അതെ, മതിയായിരുന്നു, നമുക്ക് വാങ്ങിയതായിരുന്നു ഈ ടീമിനെ. കുഞ്ഞു എവിടെ രക്ഷയില്ല. നാളെ ഞങ്ങൾ കുത്തി എണീപ്പിച്ചിട്ടുണ്ട്. യൂണിക്കോണിന്റെ ബാഗ് വേണം. ഒരു യൂണിക്കോണായി, ഒരെണ്ണം കിട്ടി. ഇനി തപ്പിക്കോ. ഏതാ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഉറക്കപ്പീച്ചൊക്കെ മാറിയിട്ട് പറഞ്ഞു ഇനി വീട്ടിൽ ചെന്നിട്ട് മാറ്റണം എന്ന് പറയരുത്. അയ്യോ, അങ്ങനെ ഞങ്ങൾ ഒരു ബാഗ് എടുത്തു കേട്ടോ. യൂണിക്കോൺ വേണ്ട, യൂണിക്കോൺ കാണിച്ചു, യൂണിക്കോൺ വേണ്ട എന്ന് പറഞ്ഞിട്ട് യൂണിക്കോൺ മാറ്റി വെച്ചു കേട്ടോ. വേറൊരു ബാഗ് എടുത്തിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ യൂണിക്കോൺ വേണമെന്നെങ്ങാനും പറഞ്ഞ കേട്ടോ. ഞാൻ്റെ ചെരുപ്പ് വേണോ? ചെരുപ്പ് വേണോ? അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ. ആ ബാഗ് ഇഷ്ടപ്പെട്ടോ ജിയ? യൂണിക്കോൺ വേണ്ട? അതെന്തപ്പാ? ചേച്ചിമാരെയാണോ ഇഷ്ടപ്പെട്ടേ? ഉറക്കത്തിൻ്റെ ഇത് തെളിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് യൂണിക്കോൺ വേണമെന്ന് പറഞ്ഞ് കരയോ? ഉറപ്പാ? ഇനി ബാക്കി സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഷൂ ഒക്കെ വാങ്ങാം. അല്ല, അങ്ങനെയല്ല, അവൾക്ക് ഏതൊരു ഷൂ വേണമെന്ന് പറഞ്ഞു അവിടെ. അത് നമുക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേക്കും വാങ്ങാം കേട്ടോ. ഉറക്ക ബീച്ചിലായതുകൊണ്ട് ഇപ്പൊ ഏത് ഷൂ കാണിച്ചിട്ടും കാര്യമൊന്നും ഇല്ല. ആശാദിക്ക് ഇപ്പൊ എന്തൊക്കെയോ വേണമേ, പക്ഷെ ഉറക്കത്തിലായതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല. ഇനി നമുക്ക് അലൈൻമെന്റ് നോക്കിയിട്ട് പോവാം. അതൊരു നല്ല തീരുമാനം. 4000 കിലോമീറ്റർ ചെയ്യണ്ടേ? ഇപ്പൊ 13,000 ആയി. സർവീസിന് കൊടുത്തപ്പോൾ അവിടെ എന്തോ മിഷൻ കംപ്ലൈന്റ് ആയതുകൊണ്ട് അവർ ചെയ്തില്ല.
അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മളെ വണ്ടി അങ്ങനെ അവിടെ കൊണ്ടിട്ടു കേട്ടോ. നമ്മൾ കുളപ്പാറയാണ് ഇപ്പോൾ ഉള്ളത്. അതെ. അപ്പോൾ വെലോസിറ്റിയിലാണ് അലൈൻമെന്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് വരാം. അതെ, ഒരു വണ്ടിയും കൂടി ഉണ്ട് നമ്മുടെ തൊട്ട് മുന്നിൽ. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി പോകട്ടോ. നമ്മൾ ജീക്കുട്ടീൻ്റെ ഉറക്കത്തിന് ഒരു കുറവില്ല. ജീക്കുട്ടി നല്ല ഉറക്കമാണ്. അപ്പോൾ നമുക്ക് പോയി ചായ കുടിച്ചിട്ട് വരാവേ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിൽ മിൽക്ക് പറഞ്ഞു കേട്ടോ. ചായ വേണ്ട, ബെസ്റ്റ് അവിൽ മിൽക്ക് മതി എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? എങ്ങനെയുണ്ട് കുഞ്ഞാറ്റെ? സൂപ്പറാണോ? കുഞ്ഞാറ്റെ ഉറക്കം കഴിഞ്ഞെങ്കിൽ ഏറ്റപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി പോയത്. നല്ല ചൂടുമല്ലേ? സൂപ്പറാ? അതെ, ചോറും കറിയും വേണ്ട, പക്ഷെ ഇങ്ങനത്തെ ജ്യൂസും ഐസ്ക്രീമൊക്കെ ആണെങ്കിൽ വലിയ സന്തോഷം. ചായ കൂടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിതാ നമ്മുടെ വണ്ടീനെ കാലിലൊക്കെ പൊക്കി നിർത്തിക്കുന്നു കേട്ടോ. ടയറൊക്കെ ഊരിക്കൊണ്ടുപോയോ? എന്താ ടയറൊക്കെ ഊരിക്കൊണ്ടുപോയി? എന്താ ടയർ ബാലൻസിങ് ചെയ്യും. ഇത് ഈ വണ്ടി എടുത്തിട്ട് ഇന്നാണല്ലോ നമ്മൾ ആദ്യമായിട്ട് അലൈൻമെന്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ തുരുമ്പ് പിടിച്ചു ഇപ്പൊ തന്നെ ഉണ്ടാവൂലേ? പാവം നമ്മുടെ വണ്ടി വികലാംഗനായിട്ട് നിൽക്കുന്നുണ്ടോ ഞാറ്റെ? ആകാശത്താണ് നിൽക്കുന്നത്. ആകാശത്ത്. അതെ. ഇത് കണ്ടോ, പുതിയ ബാഗ് മേടിച്ച ട്രയല് നടക്കുവാണ്. കുഞ്ഞാറ്റ നമ്മളെ കൊണ്ട് എന്നിട്ട് വീഡിയോ എടുപ്പിക്കുകയാണ്. എന്താന്ന് നോക്കണേ, നോക്ക് കണ്ടോ. ബാഗ് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? സൂപ്പർ അല്ലേ? ആ സൂപ്പർ അടിപൊളി ബാഗ് കേട്ടോ. അങ്ങനെ നമ്മൾ അലൈൻമെന്റ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പോന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അന്ന് ചാർജ് തീർന്നു പോയി. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പണിയിട്ട് ഇപ്പം വണ്ടിയിൽ കുത്തിയിട്ടുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ പൂവിൻ്റെ സെയിം സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തി. പക്ഷെ വലിയൊരു ക്ലിയർ ഇല്ല കേട്ടേ. ഗ്ലാസ് അലമ്പ കഴുകാനായിട്ടുണ്ടല്ലോ. യെസ് ഓഫ് കോഴ്സ്, വണ്ടീനെ ഒന്ന് കുളിപ്പിക്കേണ്ടതാണ് ഞങ്ങൾക്ക് അർജന്റായിട്ട്. നാളെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? കുളിപ്പിക്കണം. ജിയെ കുളിപ്പിച്ചോളൂ. ജിയെ കുളിപ്പിക്കോ? ഓക്കെ, തേച്ച് കഴുകിട്ട് വന്നോളൂ. ഓക്കെ.